പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ വൈകിയവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുമായി ഒരുമിച്ച് ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത്, വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മറ്റാർക്കും കിട്ടാത്ത മകൾ ഭാഗ്യം ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി. എന്നെ കർത്താവ് സ്നേഹിച്ചു, എന്നെ കർത്താവ് മാനിച്ചു. ആമേൻ. അവിടുത്തെ സ്നേഹവും ദയയും കൊണ്ട് കർത്താവ് ആ രക്തക്കോട്ടയിൽ മറച്ച് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്ന് ജീവിതത്തിൽ തളർന്നു പോകേണ്ട സ്ഥാനത്ത്, വീണുടപ്പഞ്ഞു പോകേണ്ട സ്ഥാനത്ത് സ്വർഗത്തിലെ അപ്പൻ ഇത്രത്തോളം പരിപാലിച്ച് നടത്തിയ ആ നല്ല കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്നെ പോലുള്ള ഒത്തിരി പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ, ഒത്തിരി പേർ പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ആയിരിക്കുമ്പോൾ കർത്താവ് തൻ്റെ ഉള്ളംകരത്തിൽ വഹിച്ച് സ്നേഹിച്ചു പരിപാലിക്കുന്നതിനെ ഓർത്ത് ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ, ആമേൻ, ഒരപ്പൻ താലോലിക്കുന്നത് പോലെ, ആമേൻ, ഹല്ലേലൂയ, ഉറ്റവരും ബന്ധുക്കളും സ്നേഹിതരും എല്ലാം ആമേൻ തള്ളിക്കളഞ്ഞ് മാറുമ്പോഴും നമ്മളെ തള്ളിക്കളയാതെ ചേർത്തു നിർത്തുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരവലയത്തിൽ സന്തോഷത്തോടും അനുഗ്രഹത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും കൂടെ സ്വർഗത്തിലെ ദൈവം ഒരു പ്രാവശ്യം കൂടെ കർത്താവ് അവസരം നൽകി. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ യോഗ്യതകളോ പറയുവാൻ യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ല. പക്ഷേ എങ്കിലും ആ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ പൊതിഞ്ഞ ആ നല്ല കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കഴിഞ്ഞ മെസ്സേജുകളിലും നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളിലുമൊക്കെ കേൾക്കുന്നത് പോലെ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന പ്രേഷ്യസ് ഫാമിലിയുടെ രണ്ടാമത്തെ സെക്ഷൻ, ഞായറാഴ്ച രണ്ടാമത്തെ സെക്ഷൻ നടക്കുന്ന മീറ്റിങ്ങിൽ ആമേൻ, ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. ദൈവം അനുവദിച്ചാൽ ഈ വരുന്ന ഞായറാഴ്ച 30-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 6 മണി വരെ നമ്മൾ നടത്തുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളത് പ്രാർത്ഥിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ആഴ്ച മുതൽ അത് മീറ്റിംഗായി തന്നെ നടത്തുവാൻ നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. നെയ്യാറ്റിൻകര ഭാഗത്തുള്ളവർ, ആ ഭാഗത്തുള്ളവർ കടന്നു വരുവാൻ കഴിയുന്നവർ, നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ ബന്ധുക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ അറിയിക്കുക. നിങ്ങൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. ഈ മീറ്റിംഗ് വലിയ അനുഗ്രഹമായി തീരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒന്നാമത്തെ വിഷയം, നിങ്ങൾ പ്രാർത്ഥിക്കുക. 2, നിങ്ങൾ കടന്നു വരിക. 3, അവിടെ ഒരു മീറ്റിംഗ് സ്ഥലമായി ക്രമീകരിക്കണമെങ്കിൽ ഒത്തിരി ചിലവുകളുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലും നിങ്ങളുടെ ഒത്തിരി സപ്പോർട്ടുകളും ഒക്കെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുവാനിടയായി ഇനിയും ഒത്തിരി ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വാടകയൊക്കെ കൃത്യസമയത്ത് കൊടുക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് അത് അനുഗ്രഹമാണ്, അത് ഉയർച്ചയാണ്, അത് സമൃദ്ധിയാണ്. ആമേൻ. കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ചവർക്കറിയാം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അതിൻ്റെ ഏറ്റവും മാധുര്യമേറിയ അവസ്ഥ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ഉയർത്തുന്ന വിധം ആമേൻ എല്ലാവർക്കും പറയുവാൻ കഴിയും. ഞാൻ കൊടുത്തതുകൊണ്ട്, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തതുകൊണ്ട്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് കൊണ്ട്, എൻ്റെ അല്പമായ നന്മയിൽ നിന്ന് ഞാൻ കർത്താവിന് വേണ്ടി ചിലവിടുന്നത് കൊണ്ട്, ദൈവനാമത്തിന് വേണ്ടി ചിലവിടുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് താഴ്ചയല്ല ഉയർച്ച തന്നെ ഞാൻ പ്രാപിച്ചുവെന്ന് ആമേൻ നിശ്ചയമായും ആമേൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പറയുവാൻ കഴിയും. ആമേൻ. സപ്പോർട്ട് ചെയ്യുവാൻ കഴിയാതെ വണ്ണം വേദനയോടെ ദുഃഖിച്ചായിരിക്കുന്നവരുണ്ട്. ആമേൻ. നിങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നിങ്ങളുടെ കരങ്ങളെയും ഒത്തിരി കൊടുക്കുവാൻ സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ആ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷൻ MS പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ടുകൾ, ഒരു കസേരയ്ക്ക് വേണ്ടി സാമ്പത്തികം അയച്ചു തന്നവരുണ്ട്. ഒരു കസേരയ്ക്ക് പോലും പൂർത്തീകരിക്കാൻ കഴിയാത്ത തരത്തിൽ ചെറിയ നന്മകൾ അയച്ചു തന്നവരുണ്ട്. എല്ലാവരും ഓർത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത ആ കരങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൊടുക്കുവാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നവരുണ്ട്. അപ്പാ, എല്ലാവരെയും ഒരുപോലെ ജൂഡമന ശംതന രകൽ കടകസി അർത്ഥൽ പ്രൗഢമന ദീപല കടക ശംതാന വൈഡന രകൽ കടകസി അപ്പനങ്ങ് സമൃദ്ധിയായി അപ്പാ എല്ലാ മേഖലയിലും അവർ അനുഭവിക്കുന്ന, ജീവിതത്തിലെ എല്ലാ മേഖലയിലും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ശൂന്യതകൾക്കും ഏറ്റവും ഉയർച്ചയ്ക്ക് കാരണമായി ഈ മീറ്റിംഗ് അനേകർക്ക് പ്രയോജനപ്പെടുമ്പോൾ അപ്പാ, ഈ കൊടുത്ത നന്മ അവരുടെ ജീവിതത്തിനകത്ത് അപ്പാ യേശുപ്പ 100 മടങ്ങ് പ്രതിഫലമായി ഇരട്ടിയായി അപ്പനങ്ങ് മടക്കി നൽകണം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അപ്പാ ദൈവമേ, നീ വായ്പ വാങ്ങുവാൻ അനുവദിക്കത്തില്ല. അപ്പാ, അനേകർക്ക് നന്മ കൊടുക്കുന്നവരാക്കി ഇവരെ ദൈവം മാറ്റണം. എല്ലാ സമൃദ്ധിയാലും സ്വർഗത്തിലെ അപ്പനങ്ങ് മാനിച്ച് ഉയർത്തി വഴി നടത്തുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അല്പസമയ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. ലൂക്കോസ് വിശേഷം
9-ാം അധ്യായം അതിൻ്റെ 62-ാമത്തെ വാക്യം. ലൂക്കോസ് വിശേഷം 9-ാം അധ്യായം അതിൻ്റെ 62-ാമത്തെ വാക്യം. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി ഞാൻ വായിക്കട്ടെ. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം എടുക്കുവാൻ ഞാൻ പ്രത്യേകമായി തിരഞ്ഞെടുക്കുവാൻ കാരണം, കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേക്ഷക് ഫാമിലിയിലേക്ക് വരുന്ന ഒത്തിരി കോളുകൾ, ഒത്തിരി അമ്മമാരുടെ കണ്ണുനീരിൻ്റെ, വേദനയുടെ, ദുഃഖത്തിൻ്റെ ഫോൺ കോളുകളാണ് വരുന്നത്. കാരണം പിന്മാറിപ്പോയ മക്കളെ ഓർത്ത്, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഭർത്താക്കന്മാരെ ഓർത്ത്, കുടുംബത്തിൽ നിന്ന് അകന്നുപോയ മക്കളെ ഓർത്ത്, അതുപോലെ സഹോദരങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന, വേദനപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേർ മനം തകർന്നും ഭാരപ്പെട്ടും ഇതിനൊരു പരിഹാരം ലഭിക്കുമോ, എങ്ങനെ ഇതൊന്ന് ചേർത്ത് വയ്ക്കും, എങ്ങനെ ഇവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് തിരികെ വരുത്താം, എന്നൊക്കെ കരയുന്ന ഒത്തിരി പേരുണ്ട്. കരയിഞ്ഞ് നീറുന്ന ഹൃദയത്തോടെ ഒത്തിരി പേർ നിരാശയിൽ ആയിരിക്കുന്ന ഭാര്യമാരുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരന്മാരുണ്ട്. ഇന്ന് അവരോട് പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുണ്ട്. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച വേദഭാഗമാണ് ലൂക്കോസ് വിശേഷം 9-ാം അധ്യായം അതിൻ്റെ 62-ാമത്തെ വാക്യം. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഏത് കൊള്ളരുതാത്തവനെയും ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ കർത്താവ് ചേർത്ത് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നവനാണ്. അവൻ ദീർഘക്ഷമയും ആമേൻ ഹല്ലേലൂയ ദയയും മഹാകൃപയും മഹാസ്നേഹവും മഹാകരുണയും ദീർഘക്ഷമയും ഉള്ളവനായ കർത്താവാണ് ആ ദൈവം. ഹല്ലേലൂയ. പിന്മാറി നിൽക്കുന്ന സകലരെയും, പിന്മാറ്റത്തിൽ നിൽക്കുന്ന സകലരെയും, കുടുംബത്തിൽ നിന്ന് ഹല്ലേലൂയ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന, സന്തോഷങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിനകത്ത് ഉണ്ടാകുന്ന സന്തോഷങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന, പിന്മാറി നിൽക്കുന്ന സകല സഹോദരന്മാരെയും മക്കളെയും കർത്താവ് ഈ ദിവസങ്ങളിൽ ചേർത്ത് പിടിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ, നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, വൻ ശോധനാവേളയിൽ തീച്ചൂളയാതിൻ നാടുവിൽ, വൻ ശോധനാവേളയിൽ തീച്ചൂളയാതിൻ നാടുവിൽ, ചാര താണച്ചു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ, ചാര താണച്ചു രക്ഷിച്ച മാമകാന്തനെ നീ സ്നേഹമോർക്കുമ്പോൾ, നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ലാതെ എൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, കോടും പാപിയായിരുന്നെന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി, കോടും പാപിയായിരുന്നെന്നെ വൻചേറ്റിൽ നിന്നും കയറ്റി, ക്രിസ്തുവാകും പാറമേൽ നിർത്തി
പുത്തൻ പാട്ടുമെൻ്റെ നാവിന്മേൽ തന്നു. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെൻ്റെ നാവിന്മേൽ തന്നു. നന്ദിയാൽ എന്നുള്ളം തുള്ളുന്നേ. വല്ലഭാ നിൻ കൃപയോർക്കുമ്പോൾ വർണ്ണിച്ചീട സാധ്യമല്ലാത് എൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ വർണ്ണിച്ചീട സാധ്യമല്ലാത് എൻ ജീവിതത്തിൽ ചെയ്ത നന്മകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ ആലോചനകളും ദൈവത്തിൻ്റെ വചനങ്ങളും ഒക്കെ ശ്രവിച്ച് സന്തോഷത്തോടെ ദൈവിക വിടുതലുകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ആയിരുന്നാട്ടെ. ആമേൻ. നമ്മൾ ആമേൻ ചുരുക്കം ചില സമയമാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. ആമേൻ. വളരെ ശ്രദ്ധയോടെ ഇന്ന് ആമേൻ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനകത്തായിരിക്കാം ആമേൻ ഈ വചനം കേൾക്കുമ്പോൾ ഒരു വിടുതൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ചു ദൈവസന്നിധിയിലായിരുന്നാട്ടെ. നമ്മളിവിടെ വായിച്ചു കേട്ടു. ആമേൻ. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ആമേൻ. ഈ ദിവസങ്ങളിൽ പിന്മാറി നിൽക്കുന്നവരെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ, ആമേൻ, ചിലപ്പോൾ സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, മാതാപിതാക്കളായിരിക്കാം, ആമേൻ, മക്കളായിരിക്കാം, ആരുമാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ, ആമേൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ട് ആമേൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ജീവനുള്ള ദൈവം ആരെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവ് ചെയ്ത നന്മകളെയും ഉപകാരങ്ങളെയും ആമേൻ ഇന്ന് ജീവനോടെ ആയിരിക്കുന്നതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ആ ജീവൻ തന്ന ദൈവത്തെയും മറന്ന് ആമേൻ ദൈവസന്നിധിയിൽ പിന്മാറി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇന്ന് ആമേൻ ഈ വചന ശുശ്രൂഷ, ഈ വചന സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. അതേ സഹോദര, അതേ സഹോദരി, അതേ പ്രിയ ദൈവ പൈതലേ, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, നീ ആയിരിക്കുന്ന പ്രശ്നത്തിൻ്റെ അകത്ത് നിന്ന് ആമേൻ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ആമേൻ ഹല്ലേലൂയ പിന്മാറിപ്പോയവർ ചിന്തിക്കുന്നുണ്ട്, ആമേൻ, ഞാൻ പിന്മാറിപ്പോയിട്ടും എൻ്റെ ജീവിതത്തിനകത്ത് പ്രശ്നത്തിനൊരു പരിഹാരമില്ല എന്ന് നീ ഭാരപ്പെടുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, മകനെ, മകളെ, നീ മടങ്ങി വാ. ആമേൻ. നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അപ്പനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ, ആമേൻ, നിന്റെ ചിന്തകൾക്ക് ഓ റമന അശ്യം തെനെ റീ കാലഘടക ശംദന, എനിക്കറിയത്തില്ല, ഡിപ്രഷൻ മൂലം ചിന്തിച്ച് ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ആരോ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഡിപ്രഷന് ആമേൻ മെഡിസിൻ പോലും ഇപ്പോൾ കഴിക്കുവാൻ പറ്റുന്നില്ല. അത്തരത്തിൽ മാനസികമായി തകർന്നു പോയി. ആമേൻ ഹല്ലേലൂയ. കർത്താവിനെ നീ അറിഞ്ഞിട്ട് ആമേൻ അറിയാത്തവനെ പോലെ, അറിയാത്തവളെ പോലെ ഈ ദിവസങ്ങൾ പെരുമാറി നിൽക്കുന്നു. കർത്താവ് പറയുന്നു, ആമേൻ, മകനെ, മകളെ, നിന്റെ ആമേൻ ആ ഡിപ്രഷനെ മാറ്റുവാൻ, നിന്റെ മനം തകർന്ന അവസ്ഥയെ മാറ്റിത്തരുവാൻ, നിന്റെ ഈ തകർച്ചയെ മാറ്റിത്തരുവാൻ കർത്താവിന് കഴിയും. ആമേൻ. നീ ഒരു സ്ഥാനത്തും ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല. നിന്റെ ജീവിതം പരാജയമെന്ന് അതേ മാതാവേ, നിന്റെ മകളുടെ ജീവിതം ആമേൻ ഒരു ഭ്രാന്തി എന്ന് മുദ്രകുത്തി, ആമേൻ ഹല്ലേലൂയ, നിന്റെ മകളുടെ ഭർത്താവിൻ്റെ ഭവനത്തിൽ ആമേൻ നിൽക്കുവാൻ കഴിയാതെ ഒരു ഭ്രാന്തി എന്ന് പറഞ്ഞ് ചില മാസങ്ങൾക്ക് മുൻപേ നിന്റെ തലമുറയെ നിന്റെ ഭവനത്തിൽ കൊണ്ടാക്കിയിട്ട് പോയി. നീ വല്ലാതെ കരയുന്നുണ്ട്, നീ വല്ലാതെ നിരാശപ്പെടുന്നുണ്ട്. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോടൊരു ദൂത് കൈമാറുന്നു. ആമേൻ ഹല്ലേലൂയ. ഇതൊരു വലിയ ദൈവപ്രവർത്തിക്കുക. നിന്റെ തലമുറയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ ഒന്ന് ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുക. ആമേൻ. ചില സ്ഥാനങ്ങളിൽ നിന്ന് നീ പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ആമേൻ. ചില മേഖലകൾക്കകത്തു നിന്ന്, ചില ബന്ധനങ്ങൾക്കകത്തു നിന്ന്, ചില ബന്ധങ്ങൾക്കകത്തു നിന്ന്, ചില ഭയപ്പാടുകൾക്കകത്ത് നീ ഏതൊക്കെയോ മനുഷ്യരെ ഭയപ്പെടുന്നുണ്ട്. അയ്യോ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയാൽ, എൻ്റെ തലമുറയും കൊണ്ട് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയാൽ ഇവരൊക്കെ പിന്നെ എനിക്ക് ആമേൻ ഒരു സഹായത്തിന് കാണുമോ? ആമേൻ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. ആമേൻ. മനുഷ്യർ നിന്നെ തള്ളിക്കളയും. ആമേൻ. കൂട്ടുകാർ നിന്നെ തള്ളിക്കളയും. ആമേൻ. നിന്റെ ഉറ്റ ബന്ധുക്കൾ നിന്നെ തള്ളിക്കളയും. ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ നീ ആശ്രയം വെക്കരുത്. കാരണം ആമേൻ നിന്നെ വിളിച്ചൊരു വിളിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നീ ഇതിനേക്കാൾ അപ്പുറം കഷ്ടത്തിലൂടെയും ഞെരുക്കത്തിലൂടെയും നീ കടന്നുപോയ അവിടെ നിന്നെ ദൈവം മാർവോടെ ചേർത്ത് നിർത്തി
ദൈവം ഇത്രത്തോളം നിർത്തിയെങ്കിൽ ആമൻ ചില ബന്ധങ്ങളെ വിടുവാൻ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാ. ജൂഡാമന അതനഘടക ശംതാന രകൽക്കടകസി ആമൻ നീ ഒന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങുക, നീ ഒന്ന് ഫ്രീ ആയിട്ട് ഇറങ്ങുക. നിന്റെ ഇരുമനസ്സങ്ങ് കള. ആമൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആമൻ നീ ഉറച്ചു നിൽക്കുക. ആമൻ ആ പിന്മാറ്റ പിശാചിനെ ജൂഡാമന ഹംദരഘടകസി ആമൻ ആമൻ ഇരുമനസ്സുള്ള ആ പിശാചിനെ ഇന്ന് രാത്രി ചവിട്ടി പുറത്താക്കുക. നിന്റെ ജീവിതം മാനിക്കപ്പെടുവാൻ പോകുന്നു. ജൂഡാമന അതനഘടക ശംതന രകൽക്കടകസിയ ആർത്തപ്രൗഢവന ദീപലഘടക ശംതാന രകൽക്കടകസി. ദൈവമില്ലാത്തവനെ പോലെ, ദൈവമില്ലാത്തവളെ പോലെ എൻ്റെ ജീവിതത്തിൽ എന്ത് ദൈവം ചെയ്തു തന്നോ അങ്ങനെ ചോദിക്കുന്ന ചോദ്യം നീ നിർത്ത്. ആമൻ ആ ചോദ്യമാണ് നിന്റെ പരാജയം. അത് പിശാചിനറിയാം. ആമൻ അത് പിശാചിനറിയാം. ഈ ചോദ്യം നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് പിശാച. എന്ത് നേടി, എന്ത് പ്രാപിച്ചു, എന്ത് അധ്വാനിച്ചു, എന്ത് പ്രാപിക്കുവാൻ കഴിഞ്ഞു, അത് പിശാച നിന്റെ ഹൃദയത്തിനകത്തിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇന്ന് രാത്രി നീ തിരുത്തി വിളിച്ചു പറ, എനിക്ക് ജോലി തന്നതിനായി സ്തോത്രം, എനിക്ക് ഉദരഫലം തന്നതിനായി സ്തോത്രം, എൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടതിനായി സ്തോത്രം, എനിക്ക് നല്ല ഭാവി തന്നതിനായി സ്തോത്രം, എനിക്ക് നല്ല ഭവനം തന്നതിനായി സ്തോത്രം, മദ്യപാനിയായ എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, ആമേൻ എൻ്റെ ആമൻ കുടുംബജീവിതം എൻ്റെ കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ആമൻ സകലത്തിനെയും ഓർത്ത് ഇന്ന് രാത്രി നീ സ്തോത്രം പറ. ആമൻ ഒരു പിന്മാറ്റക്കാരിയെ പോലെ, ഒരു പിന്മാറ്റക്കാരനെ പോലെ ആമൻ ഹാലലിയ കലപ്പയ്ക്ക് കൈവച്ചിട്ട് നീ പുറകിലോട്ട് തിരിഞ്ഞു നോക്കുവാനല്ല, പിറുപിറുപ്പ് നീ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയത് കൊണ്ട് ജൂഡാമന ഹതരഘടകസിയ എത്ര അധ്വാനിച്ചിട്ടും എത്ര കൊടുത്തിട്ടും ആ ബാധ്യത തീരുന്നില്ലെന്ന് പറഞ്ഞു നീ പിറുപിറുക്കുന്നില്ല. ദൈവമേ, എങ്കിലും എൻ്റെ ജീവിതത്തിനകത്ത് ഇത് വന്നല്ലോ, ഇതൊരു പിശാചിൻ്റെ പദ്ധതിയാ. ആമേൻ കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിറുപിറുപ്പുണ്ടാക്കുന്നത് പിശാച. ആ തന്ത്രത്തെ തിരിച്ചറിഞ്ഞ് ആമേൻ ഹാലലൂയ നിന്നെ നടത്തിയ കർത്താവിനെ ഓർത്ത്, ഇതുവരെ നിന്നെ നടത്തിയ ദൈവത്തെ ഓർത്ത്, ഇതുവരെയും നീ അനുഭവിച്ച കഷ്ടതയിൽ നിന്ന്, ഇതുവരെയും നീ അനുഭവിച്ച പ്രശ്നത്തിൽ നിന്ന് നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാത്ത ആ സ്വർഗത്തിലെ അപ്പൻ്റെ സന്നിധിയിൽ ആമേൻ ദൈവസന്നിധിയിൽ നീ അടിയുറച്ചു നിൽക്കുമെങ്കിൽ ആമൻ ഞാൻ നിശ്ചയമായും പറയട്ടെ, പിറുപിറുപ്പ് മാറ്റിക്കള, പിറുപിറുപ്പ് മാറ്റിക്കള, പിറുപിറുപ്പ് മാറ്റിക്കളയ. ജൂഡാമന ഹതനഘടക ശംതനാരകൽ കടകസി. എനിക്കറിയത്തില്ല, ആരൊക്കെയോ ദൈവസന്നിധിയിൽ ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തിനാ കർത്താവേ ഈ രോഗം, എന്തിനാ ഈ ശൂലം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്, എന്തിനാ ഈ കഷ്ടത വന്നത്. ആമൻ നീ ചോദിക്കുന്തോറും നിന്റെ കഷ്ടത വർദ്ധിക്കുന്നതല്ലാതെ ഒരു പരിഹാരം ഉണ്ടാകത്തില്ല. എന്നാൽ നീ സ്വർഗത്തിലെ അപ്പനോട് പറ, ഈ കഷ്ടത എനിക്ക് തന്നതിനായി സ്തോത്രം, ഈ ദുഃഖത്തിന്റെ പാനപാത്രം എൻ്റെ കയ്യിൽ തന്നതിനായി സ്തോത്രം, ഞാൻ സന്തോഷത്തോടെ എൻ്റെ അപ്പനെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുന്ന കർത്താവേ എന്ന് നീ സ്തോത്രം പറയുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിനകത്ത് ചില ചേഞ്ചുകൾ സംഭവിക്കുവാൻ പോകുന്നു. ജൂഡാമന ഹതനഘടക ശംതനാരകൽ കടകസി. ചില ചേഞ്ചസുകൾ ജൂഡാമന ഹതനഘടകസിയ അർത്ഥപ്രൗഢവന ദീപലഘടകസി. പരിശുദ്ധാത്മാവിനോട് ആരോടൊക്കെ ദൂത് പറയുവാൻ പോകുന്നു. നാമെ പിന്മാറിപ്പോയ നിന്റെ തലമുറ, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ നിന്റെ തലമുറ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട നിന്റെ തലമുറ, ആമൻ ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ആമൻ 2024 അവസാനിക്കുന്നതിന് മുമ്പേ ചില കുടുംബങ്ങൾക്കകത്തേക്ക് ആമേൻ ഹാലലുയ സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, സെപ്റ്റംബർ മാസത്തിൽ ചില തലമുറകളെ കർത്താവ് സന്ദർശിക്കുവാൻ പോകുന്നത്. പിന്മാറിപ്പോയ ചിലത് ആമേൻ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ചില ദാവീദുമാർ ജൂഡാമന ഹതാനകസിയാം തേനേർ കാലഘടക ശംതനാരകൽ കടകസി. ചില രൂത്തുമാരെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ. ഓ റമനകസിയാം തേനെ റേഥേലഘടക ശംതനാരകൽ പ്രൗഢവന ഓ റമനകസിയാം തേനെ ദിമാനഘടകസിയ അത്തരം ഘടകസിയാം തേനെ. നിനക്ക് വിരോധമായി പിശാചൊരുക്കുന്ന ചില പദ്ധതികൾ, ചില കെണികൾ, എനിക്കറിയത്തില്ല ആരോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അതേ മാതാവ് നിന്റെ തലമുറയെ ഒരു കേസിനകത്ത് കുരുക്കി നിന്റെ തലമുറയെ പുറത്തിറക്കുവാൻ കഴിയാറവണ്ണം ജയിലിനുള്ളിൽ അടയ്ക്കപ്പെടുവാൻ പിശാചിന് പദ്ധതി ഒരുക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. നീ അത് തിരിച്ചറിയുന്നുണ്ട്. നിന്നോട് ആരൊക്കെയോ പറഞ്ഞു, ചില വിഷയങ്ങൾ നീ അറിഞ്ഞ് നീ പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ നീ പ്രാർത്ഥിക്കുക. ആമൻ നാട്ടിലായിരിക്കുന്ന നിന്റെ തലമുറയെ തകർത്തു കളയുവാൻ പിശാച് പദ്ധതി ഒരുക്കുന്നുണ്ട്. ജൂഡാമന ഹതനഘടക സിയാംതേനെ ദീപലഘടക ശംതാന രകൽ പ്രൗഢവന. ആമൻ ചില പിന്മാറ്റ പിശാചുകൾ, തലമുറകളുടെ മേൽ ബന്ധിച്ചിരിക്കുന്ന ചില പിന്മാറ്റ പിശാചുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറുക, ഇന്ന് രാത്രി പൊട്ടിമാറുക. അതേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ചില പിന്മാറ്റത്തിന്റെ ബന്ധനങ്ങൾ, ജോലി കിട്ടാത്തതിന്റെ പേരിൽ ഓ റമന ശബ്ദനെ ആ രാജ്യത്തിന്റെ വാതിൽ തുറക്കാത്ത പേരിൽ, വിസ അടിക്കാത്തതിന്റെ പേരിൽ, ആമൻ ജോലി കിട്ടാത്തതിന്റെ പേരിൽ ഈ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ബൈബിളും ആമേൻ ഹാലലൂയ ആമേൻ ഹാലലൂയ ക്ലോസ് ചെയ്ത് ആമൻ നീ ഇരിക്കുന്നില്ലേ? ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ജീവനോടെ ഇരിക്കുന്നത്, നിന്നെ ആ രാജ്യത്ത് കൊണ്ടെത്തിച്ചത്, നിനക്ക് നല്ല വിദ്യാഭ്യാസം തന്നത്, നിനക്ക് നല്ല കുടുംബജീവിതം തന്നത്, നിനക്ക് നല്ല ഭാവിയെ ഒരുക്കി തന്ന ആ നല്ല ദൈവം നിന്നെ നടത്തിയ വിധങ്ങളെ നീ മറക്കരുത്. ആമേൻ ദൈവ വചനം നീ തുറന്ന് വായിക്കാൻ തുടങ്ങുക, പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. നിന്റെ മുൻപിൽ
ഏത് ആമേൻ ഹാലലൂയ മുഴങ്കാലും മടങ്ങ്. ആമേൻ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഏത് വാതിൽ നീ മുട്ടിയോ, ഏത് വാതിൽ നിനക്ക് മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ടോ ജൂഡാമന അതനഘടകസ്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിനക്ക് അഡ്മിഷൻ ലഭിക്കാതെ നീ ഇറങ്ങിപ്പോയോ, കർത്താവ് പറയുന്നു ആമേൻ അതേ കോളേജിൽ അതേ യൂണിവേഴ്സിറ്റിയിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ആമേൻ ചില വാതിലുകൾ ഓപ്പൺ ചെയ്യുവാൻ പോവുകയാ ജൂഡാമന ഹതനഘടകസിയ അർത്ഥൽ പ്രൗഢവന ദീപലഘടക ശംദാന രഗൽ പ്രൗഢവന അന്തരഘടക സിയാംതേനെ ദിഗൽ പ്രൗഢവന. പരിശുദ്ധാത്മാവ് ഒരു അധ്യാപികയെ കാണിക്കുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. ആമേൻ നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ. നീ വളരെ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാ, പക്ഷെ നിനക്ക് കഴിവില്ലെന്ന് പറഞ്ഞു നിന്നെ ആമേൻ സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത, നിനക്ക് യോഗ്യതയില്ലാത്തൊരു സ്കൂളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ ആമേൻ പറ ജൂഡാമന അതനഘടക ശംദനാരകൽ കടകസി. തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ അവർ ആമേൻ മൂക്കത്ത് അവൻ കൈവയ്ക്കുന്ന രീതിയിൽ അവൻ സ്വർഗത്തിലെ ദൈവം നിന്റെ തലയെ ഉയർത്തുവാൻ പോകുക. അവൻ നീ ദൈവസ്ഥാനിൽ മുട്ടുമടക്കുക. അവൻ വിടുതൽ കിട്ടിയില്ല എന്ന് പറഞ്ഞു കലപ്പയ്ക്ക് കൈവച്ചിട്ട് നീ പിന്മാറിപ്പോയില്ലേ. അവൻ പ്രാർത്ഥനയോടെ മുഴങ്കാലും അടക്കിയ നീ പ്രാർത്ഥിക്കുവാൻ സമയമില്ല, അവൻ ഉപവസിക്കുവാൻ സമയമില്ല. അവൻ എന്തിനെന്ന് നീ ചോദിക്കുന്ന നിന്റെ ചോദ്യത്തിന് ഒരു വിരാമമിട. പരിശുദ്ധാത്മാവ് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ പോകുക ജൂഡാമന അതനഘടക ശംദനാരകൽ കടകസി. ചില മാസങ്ങൾ കൊണ്ട് നീ ഇരിപ്പ, ഒരു റൂമിനുള്ളിൽ നീ ഇരിപ്പ, ഒരു ഭവനത്തിൽ നിന്ന് നീ ഇരിപ്പ. ആമൻ പുറത്തു വരുവാൻ കഴിയുന്നില്ല. കർത്താവ് പറയുന്നു നിന്നെ അവൻ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. നിന്നെ അവൻ ശക്തിയേറിയ മൂർച്ചയേറിയ ഒരു മെതിവണ്ടിയാക്കി പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. അതേ അനുഗ്രഹിക്കപ്പെട്ട ജോലി തന്നു, നല്ല ഭവനം തന്നു, നീ ആഗ്രഹിക്കുന്ന ഉദരഫലം തന്നു. ഓ റമനക സിയാം തേനെ രഗൽ പ്രൗഢവന അതനം ഘടക സിയാം തേനെ. എനിക്കറിയത്തില്ല, ഏതോ ഒരു സഹോദരി ആമൻ ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിന്റെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ആമ ചില വർഷങ്ങളായി നിനക്ക് തലമുറയില്ല. നീ കരയുന്നുണ്ട്. ആമേൻ അതെ, നീ ആ എഴുതി വെച്ച പേര് നിന്റെ തലമുറയ്ക്കുള്ളതാ. വാഗ്ദത്ത സന്തതി നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാൻ പോകുക. വിശ്വാസത്തോടെ നീ ആ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഞാൻ ഈ വർഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയ്ക്ക് ജന്മം നൽകുവാൻ പോകുന്നു. യേശു വാഗ്ദത്തം ഞാൻ പ്രാപിക്കുവാൻ പോകുന്നു. ജൂഡാമന ഹതനഘടക സിയാം തേനെ രഗൽ പ്രൗഢവന അൽഗ പ്രൗഢവരകടക ശംദനാരകൽ കടകസി. ഇതോടെ നിന്റെ ജീവിതം പരാജയം എന്ന് പറഞ്ഞു, ഈ ആക്സിഡന്റോടെ നിന്റെ ജീവിതം തകർന്നു എന്ന് വിധി എഴുതി ആരൊക്കെയുണ്ട് അവരുടെ മുമ്പിൽ കർത്താവ് പറയുന്ന ആമേൻ ദൂതിത ആമേൻ ഹല്ലേലൂയ. നീ വീണാലും നിലം പരിചയാകത്തില്ല. നിന്റെ വലങ്കരം പിടിച്ച് താങ്ങുവാൻ, നിന്റെ വലങ്കരം പിടിച്ച് നിന്നെ എഴുന്നേൽക്കുവാൻ ആമേൻ നസ്രയനായ യേശു വന്നിട്ടുണ്ട്. നിന്റെ ആ കിടക്കയിൽ നിന്ന്, നിന്റെ ആ വേദനയിൽ നിന്ന്, നിന്റെ ആ കണ്ണുനീരിന്റെ അവസ്ഥയിൽ നിന്ന്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്റെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ അപ്പൻ മതിയായവനാണ്. ജൂഡാമന ഹതനഘടക ശംദനാരകൽ കടകസി. ആമേൻ ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ആമേൻ ഹല്ലേലൂയ നമ്മൾ അവിടെ വായിക്കുമ്പോൾ, ആമേൻ 15-ാം അധ്യായം അതിന്റെ 11 മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഒരപ്പനെയും 2 മക്കളെയും നമുക്കവിടെ കാണുവാൻ കഴിയും. അവൻ എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. ആമേൻ ഹല്ലേലൂയ. മുടിയനായ പുത്രൻ. നമ്മൾ സൺഡേ ക്ലാസ്സുകളിൽ ആമേൻ ഹല്ലേലൂയ കഥാരൂപത്തിൽ ചെറുകഥയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗമാണ് അവൻ മുടിയനായ പുത്രൻ. ഇവിടെ ഇതാ ആമേൻ ഹല്ലേലൂയ അപ്പന്റെ അവൻ സ്വത്തും അപ്പന്റെ അവൻ നന്മകളും അപ്പന്റെ അവൻ പങ്കും അവൻ മകനെ പ്രാപിക്കേണ്ട പങ്കും മേടിച്ച് ഇതാ ഒരുവൻ യാത്രയായി ആമേനാകുന്നു. ആമേൻ ആമേൻ അപ്പന്റെ വീട്ടിലുള്ള സന്തോഷത്തെ ഉപേക്ഷിച്ച്, അപ്പന്റെ വീട്ടിനകത്തുള്ള അനുഗ്രഹം ഉപേക്ഷിച്ച്, അപ്പന്റെ വീട്ടിനകത്തുള്ള സംരക്ഷണം ഉപേക്ഷിച്ച്, ഓ റമനക സിയാം തേനെ ആമൻ ഞാൻ പറയട്ടെ, നീ ദൈവസന്നിധി നിൽക്കുമ്പോൾ നീ ഒരു മുള്ളുവേലിക്കകത്താ, ആമൻ നീ ഒരു ചങ്ങലയ്ക്കകത്താ നിൽക്കുന്നേ. ഒരു പിശാചിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആമൻ ഇയ്യോബ് ആമൻ ആ ചങ്ങലയ്ക്കകത്താ നിന്നേ. വേലി പൊളിച്ച് പിശാച് വന്നു, ആമൻ കഷ്ടം വന്നു. പക്ഷേ ആമൻ അവന്റെ ആയുസ്സിനെ തൊടുവാൻ പിശാചിന് കഴിഞ്ഞില്ല, ദുഷ്ടന് കഴിഞ്ഞില്ല, സാത്താന് കഴിഞ്ഞില്ല. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇയ്യോബിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിനെ ദൈവം 7 മടങ്ങ് മടക്കി നൽകിയെങ്കിൽ ആമേൻ ഹല്ലേലൂയ നിന്റെ അപ്പന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ നിനക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. ആമേൻ ഹല്ലേലൂയ ഒരു സംരക്ഷണമുണ്ട്. എന്ന് നീ ദൈവ വഴി വിട്ട് അകന്നു പോകുന്നു, എന്ന് നീ ദൈവത്തിന്റെ സ്നേഹം ആമേൻ ഹല്ലേലൂയ കളഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നു, അന്ന് മുതൽ നിന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയാ. ആമേൻ പിന്മാറിപ്പോയത് കേൾക്കുന്നുണ്ടെങ്കിൽ നീ മടങ്ങി വാ. ആ സംരക്ഷണത്തിന്റെ വേലിക്കെട്ടിനകത്ത് നീ മടങ്ങി വാ. ആ പ്രാർത്ഥനയുടെ വേലിക്കെട്ടിനകത്ത് ജൂഡമന ഹതനഘടക ശംദനാരകൽ കടകസിയ അർത്ഥപ്രൗഢവന ദീപലഘടക ശംദാനാരകൽ കടകസി. നീ മടങ്ങി വാ. നിന്റെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ട്. ആമേൻ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ കേൾക്കും ആമേൻ ഹല്ലേലൂയ അവൻ ഈ മടങ്ങിപ്പോയ
പോയ വ്യക്തിയെ എങ്ങനെ ആമേൻ നമുക്ക് മടക്കി വരുത്താം. അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണത്തിൽ ഈ ചെറുകഥ എടുത്തത്. ആമേൻ ഹാല ഇളയ മകൻ ആമേൻ ഹാല അപ്പനിൽ നിന്ന് നന്മകൾ ആമേൻ മേടിച്ച് അവനുള്ള ഷെയറും മേടിച്ച് കൂട്ടുകാർക്കൊപ്പം ലോകത്തിനൊപ്പം പാപത്തിനൊപ്പം മ്ലേച്ഛതയ്ക്കൊപ്പം ആമേൻ ഹാലലൂയ ചിലവിട്ട് ആമേൻ നടക്കുമ്പോൾ ആമേൻ ഹാലലൂയ അവൻ ഒരു മടങ്ങി വരവ് സംഭവിക്കുന്നു. അവനൊരു മടങ്ങി വരവ്, അവന് തിരിച്ചറിവ് അവന് സംഭവിക്കുന്നു. അവന്റെ ബുദ്ധിയെ കെട്ടിയ ഒരു മണ്ഡലം. അതെ, പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, നിന്റെ ഭർത്താവിന്റെ ബുദ്ധിമണ്ഡലത്തെ കെട്ടിയൊരു പിശാച്. അതേ മാതാവേ, നിന്റെ തലമുറയുടെ ബുദ്ധിമണ്ഡലത്തെ കെട്ടിയൊരു പിശാച്. ആമേൻ, ബുദ്ധിയെ കെട്ടിയിട്ട പിശാച് വിളിച്ചുകൊണ്ട് പോകുന്നത്. നിന്റെ സുബോധത്തെ കെട്ടിയിട്ട പിശാച് നിന്നെ പിന്മാറ്റത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. പിന്മാറി നിൽക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ആമൻ നീ സുബോധത്തിലേക്ക് മടങ്ങി വാ. ആമൻ സുബോധത്തിലേക്ക് നീ മടങ്ങി വാ. ജൂഡമന ഹതനഘടകസിയ അർത്ഥപ്രൗഢവന ദീപലഘടക ശംദാന വൈഡാന രഹസ്യം തേനേരകലഘടകസിയ. ആമൻ ഇതാ ആമൻ അപ്പനിൽ നിന്ന് നന്മകൾ മേടിച്ച് ഇതാ ലോകത്തിന്റെ വഴികളിലേക്ക്, പാപത്തിലേക്ക്, പ്രാർത്ഥനയുടെ ചങ്ങലയിൽ നിന്ന്, സ്നേഹത്തിന്റെ ചങ്ങലയിൽ നിന്ന്, ആ പ്രൊട്ടക്ഷനിൽ നിന്ന് ഒരു തലമുറ ഇതാ പിന്മാറിപ്പോകുന്നു. അവൻ ലോകത്തിൽ അവൻ ഇറങ്ങിച്ചെന്നിട്ട് ആമൻ അവന്റെ പണം കൊണ്ട് അവന് സന്തോഷം നേടുവാൻ കഴിഞ്ഞില്ല. അവനെല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, അവന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, അവന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു, അവന്റെ എല്ലാ സന്തോഷവും ആ ദൈവ തേജസ്സും നഷ്ടപ്പെട്ടു. അപ്പോൾ സകലതും നഷ്ടപ്പെട്ട് ആമൻ തിരിഞ്ഞപ്പോൾ അവൻ ഓർമ്മ വന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലൊരു സമൃദ്ധിയുണ്ട്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലൊരു സന്തോഷമുണ്ട്, ആ ഭവനത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമേ. ആമേൻ ഹല്ലേലൂയ. മകൻ ഇറങ്ങിപ്പോയപ്പോൾ അപ്പൻ്റെ പാട് നോക്കി പിന്മാറിപ്പോയില്ല. അവൻ പോകുന്നെങ്കിൽ പോകട്ടെ, എവിടെയും പോയി നശിക്കട്ടെ, അല്ലെങ്കിൽ എവിടെയും പോയി ജീവിക്കട്ടെ എന്ന് ആ അപ്പൻ ആമൻ പറഞ്ഞു വിട്ടിട്ട് മിണ്ടാതിരുന്നില്ല. ആമൻ മകൻ വരുന്നതും കാത്തു. അവിടെ പോയൻ്റെ അതേ മാതാവേ, അതേ സഹോദരി, ആമൻ നിന്റെ ഭർത്താവ് ഇറങ്ങിപ്പോയ സ്ഥലത്ത് നിന്ന്, നിന്റെ ജീവിതത്തിൽ, നിന്റെ സ്നേഹത്തിൽ നിന്ന്, ആമേൻ അതേ മാതാവേ, നിന്റെ തലമുറ, നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ നിന്റെ തലമുറ, ആമേൻ ഹല്ലേലൂയ, പോയതിനെ ഓർത്ത് നീ ദുഃഖിച്ചിരിപ്പാനല്ല. എൻ്റെ മകൻ മടങ്ങി വരും, എൻ്റെ ഭർത്താവ് മടങ്ങി വരും. കുടുംബ ജീവിതം തന്നത് എൻ്റെ കർത്താവാണെങ്കിൽ എൻ്റെ ഭർത്താവ് മടങ്ങി വരും, എൻ്റെ ഭാര്യ മടങ്ങി വരും, എൻ്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ തലമുറ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കും. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകും, അനുഗ്രഹിക്കപ്പെട്ട ജോലി നൽകും. ജൂഡാമന ഹതനഘടകസി. പ്രാർത്ഥിക്കുക. ആമേൻ ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്, ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ വഴിതലക്കൽ കാത്തിരിക്കുന്ന പിതാവിനെ പോലെ, മുടിയനായ പുത്രന്റെ പിതാവിനെ പോലെ ആമേൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കുന്ന നിനക്ക് മറുപടി, കാത്തിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം. ഇന്ന് രാത്രി ആ കാത്തിരിപ്പിന് ആമേൻ ഹല്ലേലൂയ ഒരു അറുതി ഉണ്ടാവാൻ പോകുക. ജൂഡമന അതനഘടക ശംദനാരകൾ പ്രൗഢമന അതനഘടക ശംദനാരകൾ കടകസി. സുബോധം വന്നപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, ആമേൻ എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാൻ ആയിരിക്കുന്നു. സുബോധം പ്രാപിക്കാത്തവർ ഇന്ന് രാത്രി സുബോധം പ്രാപിച്ചാട്ടെ. തലമുറകൾക്ക് വേണ്ടി കരഞ്ഞാട്ടെ, ഭർത്താവിന് വേണ്ടി കരഞ്ഞാട്ടെ, ജോലിക്ക് വേണ്ടി കരഞ്ഞാട്ടെ, ബിസിനസ്സിന് വേണ്ടി കരഞ്ഞാട്ടെ. ചില തകർച്ചകളെ കർത്താവ് പണിയുവാൻ പോകുന്നു. ആമൻ ഇന്ന് വരെ ലഭിക്കാത്ത PR-കൾ, ഗ്രീൻ കാർഡുകൾ, ആമൻ വിസ പ്രോബ്ലംസിനെ കർത്താവ് എടുത്ത് മാറ്റുവാൻ പോകുക. ജൂഡമന ഹതനഘടകസി. ആമൻ ഒത്തിരി നാളുകൾ നീ വെയിറ്റ് ചെയ്ത് ആ വിസ ലഭിക്കുവാൻ നീ ആഗ്രഹിച്ചായിരിക്കുന്നു. ആമൻ ആ ലൈസൻസ് ലഭിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു. ആമൻ ഈ ആഴ്ചയിൽ ചെറുതൊക്കെ നിന്റെ കരത്തിൽ കർത്താവ് നൽകുവാൻ പോകുക. ഓ റമനക സിയാം തേരെ റേഥേരഘടക ശംദനാരകൾ ഘടകസിയ. പിന്മാറിപ്പോയ മകനെ ഓർത്ത് കരയുന്ന ഒരു പിതാവിനെ പോലെ, ആമൻ മാതാവിനെ പോലെ ആയിരിക്കുവാൻ നീ തയ്യാറാണോ? മുടിയനായ പുത്രൻ തന്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ ആമൻ അപ്പന്റെ പ്രാർത്ഥന മുഖാന്തരം, അപ്പന്റെ കാത്തിരിപ്പ് മുഖാന്തരം അവന് സുബോധം വന്നെങ്കിൽ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കുക. ചിലതിനൊക്കെ സുബോധം വരുത്തുവാൻ പോകുക. ജൂഡമന അതനഘടക ശംദനാരകൾ ഘടകസി. ആ മകൻ മടങ്ങി വന്ന് അപ്പനോടൊപ്പം ചേർന്ന് ആ വിരുന്നിൽ പങ്കുചേർന്നുവെങ്കിൽ, ദൈവം അവനെ മടക്കി വരുത്തിയെങ്കിൽ, പിന്മാറിപ്പോയതിനെ ഓർത്ത് കരയുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ മടങ്ങി വരിക. ഓ റമന ശംതനെ റേഥേല ഘടകസി. അതെ, ചിലരുടെയൊക്കെ ഭവനത്തിനകത്ത് ആമൻ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിപ്പോയ ചിലത് മടങ്ങി വരികയാണ്. ചൂടാമന ഹതനഘടകസിഹ അടകതരഘടക ശംദനാരകൾ ഘടകസിഹ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയന്റെ മുൻപിലായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോയ ഒത്തിരി തലമുറകളുണ്ട്. ആമേൻ, കുടുംബ ജീവിതത്തിൽ നിന്ന് തകർന്നു പോയ സഹോദരന്മാരുണ്ട്. അവരുടെ കുടുംബ ജീവിതങ്ങൾ
പണിയപ്പെടണം. പിന്മാറിപ്പോയ വ്യക്തികൾ മടങ്ങി വരണം. ക്രിസ്തുവിനെ അറിയാനുള്ളവർ ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ നടക്കുന്നവരുണ്ട്, മടക്കി വരുത്തണം. രോഗികളെ സൗഖ്യമാക്കണം. കടബാധ്യതകൾ മാറിപ്പോകണം. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണം. സ്വന്തം ഭവനം എന്ന വാക്തത്വം നൽകണം. ആമേൻ. വിൽക്കേണ്ട വസ്തുക്കൾ, ഭവനങ്ങൾ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ. ലോണുകൾ ലഭിക്കട്ടെ. ചുറ്റികൾ ലഭിക്കട്ടെ. കർത്താവേ, എല്ലാ ഞെരുക്കങ്ങളും മാറിപ്പോകട്ടെ. മദ്യപാനികളെ മാനസാന്തരപ്പെടുത്തണം. സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നൽകി ഈ ജനത്തെ അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഈ മെസ്സേജ് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു, നമ്മളിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന ആവശ്യവും വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിടുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11:30 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സഭാരാധനയുണ്ട്. മോർണിംഗ് സെക്ഷൻ രാവിലെ കാക്കാമൂല 10 മണി മുതൽ 12 മണി വരെ. കാക്കാമൂല പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ, തിരുവനന്തപുരം ഭാഗത്തു നിന്ന് കടന്നു വരുന്നവർ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി വരിക. ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരിക. നെയ്യാറ്റിങ്കര ഭാഗത്തുള്ളവർ നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ MS പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിംഗിൽ നിങ്ങൾ പങ്കെടുക്കുക. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് പ്രേക്ഷക ഫാമിലിയുടെ 2ാമത്തെ സെക്ഷൻ ആരംഭിക്കുന്നത്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രേക്ഷക ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേക്ഷക ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേക്ഷക ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേക്ഷക ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.